ആക്ച്വലി ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ലവ് ഒക്കെ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. മാട്രിമോണി വിവാഹം. അച്ഛനും അമ്മേന്റെ അടുത്ത് പോയി പറഞ്ഞു, എന്നാ നിങ്ങൾ നോക്കി, ഇതൊന്നും നടക്കൂല, നടക്കുന്ന കാര്യമല്ല, എനിക്ക് ഒരാളെ മനസ്സിലാക്കാതെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, അതിന് ലവ് മാരേജ് തന്നെ വേണം, അതാണ് ഇതാണ്. പിന്നെ ബ്രേക്കപ്പ് കഴിഞ്ഞ് വരുമ്പം ആരും അവിടെ മാത്രം ആരും സപ്പോർട്ടില്ല. ബാക്ക് സൈഡ് ഒരു കാലം ഒരാൾ പിടിക്കണം, ഒരേ കാലം ഒരാൾ പിടിക്കണം, കൈ ഒരാൾ പിടിക്കണം, തല ഒരാൾ, ഈ ഭാഗം മാത്രം ഒരു സപ്പോർട്ട്. അപ്പൊ ഞാൻ മറ്റേ ചാക്ക് കൊണ്ടുപോകുമ്പോലെ ഇങ്ങനെ എന്നെ ഇങ്ങനെയാ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒടിഞ്ഞു വിട്ടി ഇങ്ങനെ തന്നെ താഴോട്ട് കൊണ്ട്. അപ്പൊ എന്റെ അമ്മ സുരഭിയുടെ യഥാർത്ഥ പ്രസവം ഇതിൽ കൂടെ തന്നെ അത് ആകെ ഒരു പ്ലാൻ ഉണ്ടോ എനിക്ക് സംശയമുണ്ട്. 2-3 തവണ എന്റെ പ്രഗ്നൻസി ആയി എല്ലാരും കൂടെ പറഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവ് പ്രഗ്നൻസി എവിടെ, ഞാൻ അറിയാത്ത എന്താ പ്രഗ്നൻസി എന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പ്രായമുണ്ട്, എനിക്ക് ഒറിജിനലി പ്രസവിക്കണം, നോക്കണം ഇതൊക്കെ. അപ്പൊ പുള്ളി പറയാ, ഇത്തവണ ആഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ശ്രീകാന്ത് ജയിലിൽ ഇറങ്ങപ്പോഴും നീ പ്രഗ്നന്റ്. ആരായിരുന്നു ഇതിലേക്ക് പോകാനൊരു ധൈര്യം തന്നത്? അതെന്റെ ഹസ്ബൻഡ് ആണോ? 15 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ സീരിയലൊക്കെ വിട്ട് വീട്ടിലിരിക്കുമ്പോ നിങ്ങൾ പറയോ ഇതെന്താ നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ, ശ്രീകാന്ത് എല്ലാം കഴിക്കും. അതല്ലേ. അല്ല, അങ്ങനെ തിരിച്ചു കടിക്കാത്ത ഏറ്റവും വിചിത്രമായി കഴിച്ചിട്ടുള്ള സാധനം എന്തായിരിക്കും? ഞാൻ പറയില്ല. സുരഭിയുടെ ആക്ച്വലി ലവ് മാരേജ് ആയിരുന്നോ? അല്ല, എന്റെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അതും കൂടെ ഒന്ന് വിശദീകരിക്കണം. അങ്ങനെയൊന്നുമില്ല, ഞാൻ ലവ് ഒക്കെ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. സർവ്വസാധാരണ കാര്യം. ലവ് ഒക്കെ ട്രൈ ചെയ്തു, അവസാനം അച്ഛനും അമ്മേന്റെ അടുത്ത് പോയി പറഞ്ഞു, എന്നാ നിങ്ങൾ നോക്കി. ആദ്യമൊക്കെ സമ്മതിക്കൂല, ഇതൊന്നും എനിക്കിത് കേൾക്കുമ്പോ എന്നെ തന്നെ ഓർമ്മ വരുന്നു, ഇതൊന്നും നടക്കൂല, നടക്കുന്ന കാര്യമല്ല, എനിക്ക് ഒരാളെ മനസ്സിലാക്കാതെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, അതിന് ലവ് മാരേജ് തന്നെ വേണം, അതാണ് ഇതാണ്. പിന്നെ ബ്രേക്കപ്പ് കഴിഞ്ഞ് വരുമ്പം അച്ഛൻ അപ്പൊ ലാസ്റ്റ് പിന്നെ നല്ല പ്രായമാവാൻ തുടങ്ങിയപ്പം അച്ഛൻ സമയമില്ല, ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ എന്നാ നിങ്ങൾ എന്നെ നോക്കി. അങ്ങനെ അവരെ നോക്കി. എന്റെ ഹസ്ബൻഡിന്റെ സെയിം സ്റ്റോറിയാണ്. ആളുടെ ഫ്രണ്ട്സോ ആരും വിശ്വസിച്ചില്ല. സെയിം സ്റ്റോറിയാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആരും വിചാരിച്ചില്ല അദ്ദേഹം അറേഞ്ച് മാരേജിന് പോകുന്നത്. പുള്ളി പറഞ്ഞു, നോക്കി 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 അതായത് മതിയായി. എന്നിട്ട് ഞാൻ സുരഭിയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആട്ടോ പ്രണവ്. ആണോ? പുള്ളിക്കാരൻ ഇങ്ങനെ എന്താ പറയാ, അടിച്ചു പൊളിച്ചങ്ങ് നടക്കുകയാണ്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല പുള്ളിക്ക്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. അങ്ങനത്തെ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് അങ്ങ് പിന്നെ എല്ലാവരുടെ കൂടെ അങ്ങ് കൂട്ടം മെനു ഭയങ്കര സ്മാർട്ടാ. മെനു തുറക്കും, ഇഷ്ടപ്പെടും നമുക്ക് അങ്ങനെ. ചേട്ടാ ഇതില് നോൺ വെജില് നിങ്ങൾ ഏറ്റവും കിട്ടുന്ന ഡിഷ് എന്താണ്? എന്തെന്ന് വെച്ചാലേ എന്റെ ഭാര്യ എന്നെ നോൺ വെജ് കഴിക്കാനേ സമ്മതിക്കില്ല. പിന്നെ അങ്ങ് തുടങ്ങും. അപ്പൊ ഇവരിങ്ങനെ എന്നെ നോക്കും. എന്റെ ഭാര്യ ഭയങ്കര, ഞാൻ അധികം നോൺ വെജ് കഴിച്ചാൽ എന്നെ കുനിച്ചിരുത്തി ഇടിക്കും. അപ്പൊ അവര് എന്നെ നോക്കും. ഞാൻ അയ്യോ ഇതേ വെറുതെ പറയാ, അങ്ങനെയൊക്കെ പറയും ചേട്ടാ, എനിക്കല്ലേ അറിയുള്ളൂ എന്റെ കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങും. എന്നിട്ട് എല്ലാവരും കൂടെ കമ്പനിയോ ഇതൊക്കെ തന്നെയാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, മനുഷ്യ ഇങ്ങനെ പോയി പറയുമ്പോ ആൾക്കാർ വിചാരിക്കും ഞാൻ സീരിയസ് ഇവിടെ ഡൊമസ്റ്റിക് വയലൻസ്. ഞാൻ ചോദിക്കാതിരിക്കുന്നു, മൊത്തത്തിൽ വയലൻസ് ആണോ? പുള്ളിക്കാരന് അത് മാത്രല്ല, പുള്ളിക്കാരൻ കുറച്ച് ഭക്ഷണപ്രിയനാണ്. അപ്പൊ സുരഭി ഞാനൊരു സ്ട്രിക്റ്റ് വൈഫാണ്. എന്റെ അമ്മായിയമ്മ പറയാം എന്റെ മോന് പറ്റിയ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഞാൻ ഭയങ്കര, പക്ഷെ അതുകൊണ്ട് ഒരു കണക്കിന് നല്ലതാണ്. പ്രണവിനും കുറച്ചും കൂടെ ആരോഗ്യപരമായി ജീവിക്കാൻ പറ്റും, ഡിസിപ്ലിൻ ആയി. കാരണം ആള് ഒരു സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്ക് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുമ്പോ ഒരു രാത്രി 2:30-3 മണി വരെ വർക്ക് ചെയ്യും. പിന്നെ അടുത്ത ദിവസം എണീക്കും,
പിന്നെ ഒന്നും ചെയ്യില്ല, പിന്നെ ഭക്ഷണമൊക്കെ ഭയങ്കര ഇറാറ്റിക് ആയിട്ട് കുറെ കഴിക്കും, പിന്നെ കുറെ നേരം കഴിക്കില്ല, അങ്ങനെയൊക്കെ. എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. നമ്മളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 1:30 ലഞ്ച്, 7:30 ഡിന്നർ, വന്ന് കഴിച്ചില്ലെങ്കിൽ പട്ടിണി, അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്കെല്ലാം പ്രോപ്പർ. എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ച് ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്താ ഇത്, അവസാനം ഞാൻ പറഞ്ഞു നടക്കില്ല, പിന്നെ ഫുൾ മാറ്റി. ഇപ്പൊ പുള്ളി ജിമ്മാണ്, ജിം ഫ്രീക്കായി. ഞാൻ കണ്ടപ്പോഴേക്കും അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ ശരിയാവണില്ലല്ലോ. പുള്ളിക്കാരൻ പിന്നെ എത്ര കഴിച്ചാലും ഒരു കാണില്ല. അത് പുള്ളിക്ക് പ്ലസ് ആണ്. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് പറയാലോ വെയിറ്റ് വെക്കുന്നു, തടി കൂടുന്നു, അങ്ങനെ. ഇത് അറിയില്ല, ടച്ച് വുഡ്, ശരീരത്തിൽ അറിയില്ല. അപ്പൊ പുള്ളി അതെന്താ വിറ്റല്ലേ, അതല്ല കാര്യം, ഇത്രയും നോൺ വെജ് ഒന്നും കഴിച്ചിടാ, ഇത്ര എണ്ണയൊന്നും കഴിച്ചിടാ, അതൊന്നും ഹെൽത്തി അല്ല. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന പറഞ്ഞാൽ കണ്ണൂരാണ്, കണ്ണൂർക്കാരാണ്, അപ്പൊ അറിയാലോ. ഒരു പ്ലേറ്റിൽ ഇത്രയും നോൺ വെജ് കാണും, ഇത്ര വെജിറ്റബിൾസ് കാണും, പിന്നെ കൊറേ ചോറ് കാണും. അതിപ്പോ ഞാൻ ഉൾട്ടയാക്കി, ഇത്രയും വെജിറ്റബിൾസും ഇത്ര നോൺ വെജും ഇത്ര ചോറും. പുള്ളിക്കാരിക്ക് ഓൾറെഡി നോൺ വെജ് അത്ര ഇഷ്ടമല്ല. ആകെ എനിക്ക് തോന്നുന്നു കഴിക്കുന്നത് ചിക്കനൊക്കെയാണ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നും മീൻ അങ്ങനെ ഞാൻ ബീഫ് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല, അങ്ങനെ ഒന്നും കഴിക്കില്ല. അപ്പൊ ഇവര് കഴിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ നോക്കിട്ട് അതിന്റെ അമ്മ അതിനെ നോക്ക്, മറ്റേ സെന്റി അടിച്ച് കൊല്ലും. ചിക്കനൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇതാണ് നമ്മളുടെ ഒരു മൈനസ് പോയിന്റ്. ഇപ്പൊ നമ്മള് ഇത് ഞാൻ ചിക്കനെ കഴിക്കുള്ളൂ, ചിക്കൻ മാത്രം കഴിക്കുന്നുണ്ട്. ഇത് പറയുമ്പോ അപ്പൊ ചിക്കന് ജീവനില്ല. ഞാൻ പറയും എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ബിക്കോസ് എന്റെ വീടും ഭയങ്കര നോൺ വെജ് ആണ്, ഇദ്ദേഹത്തിന്റെ വീട് എന്തെങ്കിലും കഴിക്കണ്ടേ, അവസാനം ഒന്നുമില്ല, ചോറ് മാത്രം കാണും, ചോറും തൈരും കഴിക്കേണ്ടി വരും ഞാൻ. അതുകൊണ്ട് ഒരു സർവൈവൽ. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ വെജ് ആവും, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബീഫ് കഴിക്കും. ഈ ബീഫിന്റെ അമ്മ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഈ വീഡിയോസ് ഈ മറ്റേ ആനിമൽസിനെ ഒരു കൈകാര്യം ചെയ്യുന്നതും അവരെ ഒന്ന് ഹേർട്ട് ചെയ്തൊക്കെ വീഡിയോ പ്രണവിനായിരിക്കും. ഞാൻ തുറക്കില്ല ഞാൻ ഈ വീഡിയോസ് ഞാൻ കാണില്ല, നീ അയക്കണ്ട, അങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിലും നമുക്കൊന്ന് ചെറുതായിട്ട് മാറ്റിയെടുക്കാൻ. പണ്ട് എന്റെ ഒരു ഫ്രണ്ട്, എനിക്ക് ഇതുപോലെ തന്നെ കഥയുണ്ട്. എന്റെ ഒരു ഫ്രണ്ട്, അവനിങ്ങനെ മുട്ട മറ്റേ ഒരു സൈഡ് മറ്റേ ബുൾസൈയില്ലേ, ബുൾസൈഡ് എനിക്ക് നോക്കുമ്പോ ആ മുകളിലത്തെ ഭാഗം വെന്തട്ടില്ല. അപ്പൊ ഞാൻ പറയേ നിങ്ങളൊരു ഭ്രൂണത്തെ തിന്നോണ്ടിരിക്കുക, അവസാനം അവനത് തിന്നാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കുമ്പോ കോഴിക്കുഞ്ഞിനെയൊക്കെ അതേപോലെയാണ്. അതേ കോൺസെപ്റ്റ് ആണ്, ഇമോഷണൽ അത്യാവശ്യമാണ് ഞാൻ. പക്ഷെ രണ്ട് സൈഡും ഒക്കെ ഇടുമ്പോ എനിക്ക് കുഴപ്പമില്ല. ഇനി ഞാൻ ശ്രീകാന്തിന്റെ കോഴിക്കുഞ്ഞുങ്ങളെ കുറിച്ച് അന്വേഷിക്കാം. ശ്രീകാന്ത് എല്ലാം കഴിക്കും, അതല്ലേ തിരിച്ചു കടിക്കാത്ത എന്തെങ്കിലും കഴിക്കും. ശ്രീകാന്ത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറയും. ഞാന് അല്ല ഇങ്ങനെ തായ്ലൻഡിൽ പോയപ്പോ അതിനെ കഴിക്കുന്നൊക്കെ പറഞ്ഞു. ഇല്ല ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാ ഇറച്ചിയും കഴിക്കാലോ. ഇവിടെ ലീഗലി അതൊന്നുമല്ല. പാമ്പിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജീവിയാണ്. അപ്പൊ നിങ്ങൾക്ക് പശുവിനെ ഇഷ്ടമല്ലേ? പശുവിനെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് കഴിക്കും അതിനെ. പക്ഷെ ഒന്നും പറയാൻ വേണ്ട, കണ്ണും കൈയൊക്കെ പുള്ളിക്കാരി എന്ത് പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ. വെറൈറ്റി ഓഫ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ തായ്ലൻഡിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ എന്തൊക്കെയായിരുന്നു കഴിക്കാണ്ടായിരുന്നു? അവിടെ മറ്റേ എല്ലാം കിട്ടുമല്ലോ, ഇൻസെക്ട് തൊട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഇടയ്ക്ക് തായ്ലൻഡിൽ പോയി, അപ്പൊ പുള്ളി പറയാ അതൊക്കെ കിട്ടും, ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ സാധാരണ കഴിക്കാറില്ല, ചിക്കൻ മാത്രം കഴിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പ്രണവിനോട് കഴിക്കാൻ പറഞ്ഞു, നീ കഴിക്കണ്ട, പ്രണവിനോട് അതൊക്കെ കഴിക്കാൻ പറഞ്ഞു. പുഴു മറ്റേ പുൽച്ചാടി മറ്റേ സാധനങ്ങളൊക്കെ. ആള് പറയാ ഞാൻ പോകുമ്പോ ഞാൻ കഴിക്കും. കഴിച്ചോ? ഇല്ല ഞാൻ കഴിക്കുന്നു. ഇല്ല, പ്രണവ് മറ്റേ ട്രഡീഷണൽ പുള്ളിക്ക് പറ്റുന്ന കാര്യങ്ങളെ മറ്റേ ഈ പൂച്ചയും മാറ്റാനൊന്നും തിന്നൂല.
അല്ല അങ്ങനെ തിരിച്ചു കടിക്കാത്ത ഏറ്റവും വിചിത്രമായി കഴിച്ചിട്ടുള്ള സാധനം എന്തായിരിക്കും? ഞാൻ പറയില്ല. എന്താ ഇല്ല, ഞാൻ അങ്ങനെ റെഡ് മീറ്റ് കഴിക്കൽ കുറവാ ഇപ്പൊ. പണ്ട് ഒക്കെ കഴിച്ചിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ റെഡ് മീറ്റ് ഇപ്പൊ ചിക്കൻ തന്നെയാണ് കൂടുതൽ കഴിക്കാറുള്ളത്. മീനാണ് എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പക്ഷെ ഞാൻ അതല്ല ചോദിച്ചത്. അങ്ങനെ ഏറ്റവും നമ്മൾ സ്ട്രേഞ്ച് ആയിട്ട് കഴിച്ച സാധനം എന്തായിരുന്നു? അങ്ങനെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല, സത്യമായിട്ടും കഴിച്ചിട്ടില്ല. മുഖം കണ്ടാ അറിയാം. ഇല്ല, ഞാൻ തായ്ലൻഡിലൊന്നും പോകാത്തോണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കുമായിരിക്കും ഞാൻ. ആണോ? അങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളെങ്കിൽ എന്തിനായിരിക്കും? അതാ പറഞ്ഞു, ഈ മറ്റേ പുഴു അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന കണ്ടിട്ടില്ല. മറ്റേ കോക്രോച്ചിനൊക്കെ പക്ഷെ അവര് പറയും ഭയങ്കര പോപ്കോൺ പോലെ ഇരിക്കും, ഭയങ്കര അതൊക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ചില യൂട്യൂബേഴ്സ് ഒക്കെ ഇത് കഴിച്ചിട്ട് പറയണത് ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മളത് കഴിക്കുമായിരുന്നു. നമ്മൾ മനുഷ്യന്മാരൊക്കെ വറുത്ത് തരില്ലേ, അങ്ങനെയാണ് അവര് ഒരു പേപ്പറിൽ ഇങ്ങനെ ബേസിക്കലി നമ്മൾ ഈ വേട്ടയാടി ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ച ആളുകളാണ് നമുക്ക് അല്ലെ. നമ്മള് വേട്ടയാടി ജീവിച്ചു വന്ന ആളുകളാണല്ലോ. നമ്മുടെ ഒരു ചരിത്രം അതാണല്ലോ. പിന്നീട് നമ്മൾ അതിനൊക്കെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ ബേസിക്കലി നമ്മുടെ ഉള്ളിലൊരു വൈൽഡ് സാധനമുണ്ട്. സുരഭി പല പല സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണല്ലോ സീരിയലിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കോ, ഇനി എനിക്ക് സിനിമ നഷ്ടമാകുമോ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചിന്തകൾ മനസ്സിലൂടെ പോയായിരുന്നു? ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും കുറച്ചുപേരോട് ചോദിക്കുമല്ലോ, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, എടുക്കണോ. അപ്പൊ അതില് കുറെ മിക്സ്ഡ് ആയിരുന്നു ഒപ്പീനിയൻസ്. ചിലവര് പറഞ്ഞു ടെലിവിഷനിലോട്ട് പോവരുത്, അങ്ങനെ പോയാൽ അത് ഫിലിംസിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ചിലവർ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല, അവിടെ പോയാൽ കുറച്ചും കൂടെ ഫെയിമാണ്. അങ്ങനെയൊക്കെ ഒത്തിരി പേരുടെ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും സത്യം പറഞ്ഞാൽ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സീരിയൽ കമ്മിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇത് ടെലികാസ്റ്റ് ആയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഡിസിഷൻ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന്. അതുവരെ ബിക്കോസ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയതും ടെലികാസ്റ്റ് ആയതും ഒരു 6 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ 6 months ഗ്യാപ്പ് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് കറക്റ്റ് ആണോ ഞാൻ ചെയ്യുന്നത്. പക്ഷെ ആരായിരുന്നു ഇതിലേക്ക് പോകാനൊരു ധൈര്യം തന്നത്? അത് എന്റെ ഹസ്ബൻഡ്. അതെ, ഞാൻ 15 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളത് കൊണ്ടാണോ? എനിക്ക് സത്യം പറഞ്ഞ എനിക്കതാ ഡൗട്ട്. ഞാൻ ഈ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ മാരേജ് കഴിഞ്ഞ് ഉടനെ തുടങ്ങിയ സീരിയലാ. അതുകൊണ്ട് ഒരുമിച്ച് കുറെ നാള് താമസിച്ച ശീലമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഈ സീരിയലൊക്കെ വിട്ട് വീട്ടിലിരിക്കുമ്പോ നിങ്ങൾ പറയോ ഇതെന്താ നിനക്ക് പണിയൊന്നുമില്ലേ, പോകുന്നില്ലേ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ. ബിക്കോസ് അപ്പോഴായിരിക്കും നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ 2nd anniversary ആണ്. 2nd anniversary പുള്ളി എന്നെ നോക്കിട്ട് പറയാ, സെക്കൻഡ് എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ആണ്. ഓരോ വർഷത്തെ 6 മാസം അങ്ങനെ. അപ്പൊ പുള്ളി പറഞ്ഞു 2 വർഷമാണെങ്കിലും നമ്മള് 15 ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 1 വർഷമാണ് അത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ. പക്ഷെ അറിയില്ല, അത് നന്നായി എന്ന് തോന്നി ഇപ്പൊ. ബിക്കോസ് വഴക്കൊന്നുമില്ല. ഇപ്പൊ നമ്മളിങ്ങനെ സ്നേഹത്തിലല്ലേ വഴക്ക് കൂടി അടുത്ത ഷെഡ്യൂള് തുടങ്ങും. അപ്പൊ വിചാരിക്കും നീ 2 ദിവസത്തിൽ പോവേലേ അങ്ങനെ. അതുകൊണ്ട് നല്ലതായിപ്പോ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈഗോ അടിച്ച് ഒരു 4-5 ദിവസം മിണ്ടില്ല. അപ്പൊ ഒരു സത്യം പറയട്ടെ, ഇങ്ങനെ പവിത്രം ഇങ്ങനെ സീസൺ 1, 2, 3, 4 എന്ന് പറഞ്ഞ പൊക്കോളനെ ദൈവമേ എന്നങ്ങ് സക്സസ്ഫുൾ ആയിട്ടുള്ള മാരേജ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും എനിക്ക് വീട്ടിൽ ഇരിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ട്രാവലിംഗ് ഭയങ്കര മടുക്കുമല്ലോ. അപ്പം അറിയാൻ പറയും നീ വീട്ടിൽ ഇരിക്കുമ്പോ നീ റിഗ്രറ്റ് ചെയ്യും, ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ സുരഭി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക, അങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ. ഞാൻ എക്സ്ട്രോവേർട്ട് അല്ല, ബേസിക്കലി ഭയങ്കര ഞാൻ ആംബിവേർട്ട് ആണ്. അതാണ് അതിന്റെ കറക്റ്റ്. ഞാൻ ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരിടത്ത് പോയാല് കുറച്ച് സമയം എടുക്കും. ഇപ്പൊ നമ്മള് സെറ്റില് തന്നെ ശ്രീകാന്ത് പോയിട്ട് പടപടെ ഒരു 2 ആഴ്ചന്റെ ഉള്ളിൽ എല്ലാവരോടും ഫ്രണ്ട്സാണ്, എല്ലാവരുടെ കമ്പനിയാണ്, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ
റൂമിൽ അറിയില്ല, എങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഈ പുള്ളി ഒരു 2 വീക്സിൽ എത്തിയ ലെവലിൽ ഞാൻ എത്താൻ ഒരു 4-5 മാസം എടുത്തു. അങ്ങനെയാണ്. അപ്പൊ എല്ലാരും വിചാരിച്ചാണ് ഈ കുട്ടി എന്താണെന്നും മിണ്ടാത്തെ. പക്ഷെ എനിക്ക് അതെന്തായാലും വന്നു കാണും. പിന്നെ കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു റെസ്റ്റ് ചെയ്യാനും വീട്ടില് എനിക്ക് കുറച്ച് കിടന്ന് ഉറങ്ങുക, റെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ. ശ്രീകാന്തിനോട് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടില്ലേ നായിക ഭയങ്കര ജാടയാന്ന് തോന്നുന്നു, ആരോടും മിണ്ടാനില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഇല്ല. അതായത് ഞങ്ങളുടെ സെറ്റിൽ പറഞ്ഞിട്ടുണ്ടോന്നോ പുറത്താ? സെറ്റില് ഇല്ല. സീരിയൽ ആര് പറയണ? അതായത് ഞങ്ങളുടെ സെറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇപ്പൊ പുള്ളിക്കാരി ജാടിയിട്ട് ഇരുന്നാലും അങ്ങോട്ട് പോയി അങ്ങനെ സംസാരിക്കും. കുറച്ച് നാളായപ്പോ ഞാനും കൂടെ കൂടിയപ്പോ സത്യം പറഞ്ഞാല് ഒരു സീൻ എടുക്കാൻ പറ്റില്ല. നമ്മളെ ഡയറക്ടറിന് എന്തെങ്കിലും പറഞ്ഞ ഒരാള് ബാക്കിൽ നിന്ന് ചിരിക്കും. ആ ചിരി അങ്ങ് ഫുൾ കവർ ചെയ്ത് വരും. പിന്നെ ചിരിയാണ് എല്ലാരും ഷോട്ടിന്റെ ഇടയില്. അപ്പൊ പുള്ളി പറയും റെഡി റെഡി റെഡി. ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കിട്ടും എനിക്കും നന്ദിനിക്കും. അനു രണ്ടുപേരുണ്ട് ഏട്ടത്തിയമ്മയായിട്ട് ചെയ്യണത്. പുള്ളിക്കാരി എന്തെങ്കിലും പറയും, ഇവർ രണ്ടുപേരും കണ്ണോണ്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ഇടും, പിന്നെ അങ്ങ് ചിരിക്കാൻ തുടങ്ങും. നമ്മള് റിഹേഴ്സൽ വരെ നമ്മൾ ചിരിക്കായിരിക്കും. എന്നിട്ട് ഞാൻ പറയും ടേക്കില് നീ ചിരിച്ച് എനിക്ക് വഴക്ക് കിട്ടിയാ ഞാൻ നിന്നെ കൊല്ലും. അവസാനം പിന്നെ ഭയങ്കരമായിട്ട് നമ്മള് മറ്റേ നമ്മളുടെ ഇത്രയും സീനിയറായ ബൈചേട്ടൻ അടങ്ങി ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. ബൈജു ചേട്ടൻ അതൊരു കോമഡിയാ. പുള്ളി ചിരിക്കാൻ തുടങ്ങിയാ പിന്നെ നിർത്തില്ല, കണ്ണിനൊക്കെ വെള്ളം വരും. നിങ്ങളോട് ഏറ്റവും ആദ്യം ചോദിക്കണം എന്ന് വെച്ചിരുന്ന ചോദ്യം ഞാൻ മറന്നുപോയി. നിങ്ങൾ എന്താ ആൾക്കാരെ ഇട്ട് പറ്റിക്കുകയാണോ? എന്താ ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരുമെന്ന് പറയുന്നു, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിപ്പോ കൊറേ പേരുടെ ഒരു ചോദ്യമാണ്. നമുക്കും പേഴ്സണലി മെസ്സേജ് വരാറുണ്ട്. ആക്ച്വലി അതിന്റെ ഡേറ്റ് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങൾ തന്നെ അനൗൺസ് ചെയ്യും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊരു ഒരു ചെറിയൊരു സർപ്രൈസ് പരിപാടികളുണ്ട്. ഇനി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് സീസൺ 2 അവരുടെ മുന്നിലേക്ക് എത്തുമോ? ഉറപ്പായിട്ടും എത്തും എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ല അങ്ങനെയല്ല, എത്തും, ഉറപ്പായിട്ടും എത്തും. അല്ല ചിലവര് പറയുന്നു സീസൺ 2 ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസുകൾ. അങ്ങനെയൊന്നുമില്ല. കാരണം ഞങ്ങൾ 10-15 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനിയിപ്പോ നാളെ തൊട്ട് ഞങ്ങളുടെ ഷൂട്ട് വീണ്ടും തുടങ്ങാൻ പോവാണ്. തീർച്ചയായിട്ടും ജൂൺ മാസത്തിൽ തന്നെ സീസൺ നമ്മളെ വേറെ വേറെ ലുക്കിലൊക്കെ കാണാം. അങ്ങനെയൊക്കെ കുറെ ഉണ്ടാവുമായിരിക്കും. ഒന്നും പറയില്ല. എന്നെ തെറി വിളിക്കാം, നീ പോയി എല്ലാം വിളമ്പിട്ട് വന്നല്ലേ. പ്രതീക്ഷിക്കാം സുരഭിയുടെ യഥാർത്ഥ പ്രസവം ഇതിൽ നടക്കട്ടെ. അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് നിങ്ങൾ കാണുന്ന പോലെ പ്രായം അത്യാവശ്യമുണ്ട്, ഒന്നും പേടിക്കണ്ട, നമുക്ക് എല്ലാം ശരിയാക്കാം. അപ്പൊ ഞാൻ അതെന്താണ് അങ്ങനെ പറയുന്നത്? കഥ അങ്ങനെയൊക്കെ രണ്ടാമത്തെ കുട്ടി വരുവോ? ആയിരിക്കും. എന്തായാലും ഇത്തവണ എന്തായാലും ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോ ഞാൻ അറിയോട്ടെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പ്രായമുണ്ട്, എനിക്ക് ഒറിജിനലി നോക്കണം. അപ്പൊ പുള്ളി പറയാ ഇത്തവണ ആഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ശ്രീകാന്ത് ജയിലിൽ ഇറങ്ങപ്പോഴും നീ പ്രഗ്നന്റ് നീ ഒറിജിനലി പ്രഗ്നന്റ് ആയാൽ നമുക്ക് ഊരാൻ പറ്റൂലല്ലോ വയറ്. അതുകൊണ്ട് പിന്നെ പുള്ളി 5 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോ നീ പ്രഗ്നന്റ് ആയാ അത് ഏതൊരു പ്രൊമോ ഒക്കെ വന്ന സമയത്ത് ശരിക്കും ഓഡിയൻസ് പറഞ്ഞിരുന്നു സുരഭി ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അഭിനയിക്കുമ്പോ തലയണ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ അഭിനയിക്കുന്നു വയറ് കാണാതിരിക്കാൻ വേണ്ടിട്ട്. അത് വേറൊരു 2-3 തവണ എന്റെ പ്രഗ്നൻസി ആയി ഇതിന്റെ ഇടയില് എല്ലാരും കൂടെ പറഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവ് കാണു പ്രഗ്നൻസിന് എവിടെ സമയം, അന്ന് ഞാൻ ഫുൾ ടൈം ഷൂട്ടല്ലേ. ഞാൻ ഏതോ ഒരു പ്രോമോയിന് ഇങ്ങനെ ഒരു പില്ലോ വെച്ചിട്ട് എന്റെ കംഫർട്ടിന് വേണ്ടിട്ട് എന്തോ ഇങ്ങനെ എല്ലാവർക്കും എന്തോ ആശംസകൾ എന്തോ പറഞ്ഞു. അപ്പൊ ആളുകൾ പെട്ടെന്ന് പില്ലോ വയർ മൂടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സീസൺ 2 ഭയങ്കര ഫുൾ തിയറി. അത് കുട്ടി വരുന്നു എന്നും കൂടെ പറയല്ലേ. അപ്പൊ ആളുകൾ വിചാരിച്ചു ഓക്കെ ശരിക്കുണ്ടായോണ്ട് അങ്ങനെ അങ്ങ് ട്രാക്ക് ആക്കാൻ വേണ്ടിട്ടാണ്. ഇല്ല ഞാൻ പ്രഗ്നന്റ് അല്ല. അപ്പൊ ശരിക്കും പ്രഗ്നന്റ് അല്ല. സീസൺ 2 ഉണ്ടാവില്ല, കാരണം ജയിലിൽ നിന്ന് വരണം. സീസൺ 3 യഥാർത്ഥ പ്രസവം അല്ലേ.
ഞാൻ ആക്ച്വലി വിചാരിക്കായിരുന്നു ഈ ഡൽഹിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാള സീരിയൽ ആയിരിക്കുമല്ലേ ഒരുപക്ഷെ പവിത്രം. അല്ലാതെ ഇങ്ങനെ ഡൽഹിന്ന് മാത്രമല്ല, അതായത് നമ്മള് പല റിയൽ സ്ഥലങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിൽ പോയി ഒരു ഫോറസ്റ്റ് ട്രാക്ക് വന്നായിരുന്നു. അത് എല്ലാവരുടെയും ഇപ്പോൾ പ്രേക്ഷകരുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ട്രാക്കാണത്. നമ്മുടെ അത് ശരിക്കും നേര്യമംഗലം കാട്ടിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആന വരാം, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അവിടെ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് അവിടെ ഷൂട്ട് ചെയ്ത്. അവിടെ പക്ഷെ 3 ദിവസത്തെ ഷൂട്ടാണ് പ്ലാൻ ചെയ്ത്. 2ാമത്തെ ദിവസം ആളുടെ കാലൊടിഞ്ഞ് ചെറിയ സ്ട്രെയിൻ പോയ ആള് ഇങ്ങനെയാണ് തിരിച്ചു. അത് സീനിന്റെ ഇടയില് ഇപ്പം ഞാൻ പുള്ളിക്കാരീനെ മീൻസ് ഗുണ്ടകളൊക്കെ ഫോളോ ചെയ്യുന്നു. ഞങ്ങൾ കാടിനുള്ളിലോട്ട് കയറി. പിന്നെ കാടിന്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു 3-4 ദിവസം ജീവിക്കുകയാണ്. അതാണ് പരിപാടി. അല്ല അങ്ങനെയാണ് കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നത്. അത് ഞാൻ പുള്ളിക്കാരിയുടെ കൈ പിടിച്ചോടും. അപ്പൊ ആൾക്ക് മറ്റേ ആളുടെ ചെരുപ്പ് പിന്നെ അവിടെ നല്ല ഇട്ടിട്ടാ ഓടുന്നേ. എല്ലാ ഗുണ്ടകളും നല്ല ഷൂസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ മാത്രം ഞാൻ ഈ പെങ്കുവിന് ഓടുന്നല്ലേ ഇങ്ങനെ ഓടുന്നത്. ഫുൾ കുറ്റിയാ. അപ്പം ഒരു ചെറിയൊരു മരം ഇങ്ങനെ മറിഞ്ഞു കിടന്നു. അപ്പം ഇദ്ദേഹം ഭയങ്കര ഒന്നാമത് പുള്ളി ഭയങ്കര സ്പീഡിലോട്ടാ. ഞാനെന്താ വെച്ച് കഴിഞ്ഞാ സുനിലേട്ടൻ ഇത് നമ്മളിപ്പോ പതുക്കെ ഓടിക്കാൻ സുനിലേട്ടൻ പറയും, എടാ കുറച്ചും കൂടെ സ്പീഡിൽ ഓടായിരുന്നു, സ്പീഡ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് 2ാമത് ഓടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, പുള്ളിക്കാരി പതുക്കെ ഓടുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ വലിച്ചങ്ങ് ഓടി. ഞാനതങ്ങ് ചാടി. അപ്പം ഞാനാണെങ്കിൽ മറ്റേ എക്സ്ട്രാ അഭിനയല്ലേ, ഞാനിങ്ങനെ ഓടുന്നു. ബാക്കിൽ ഗുണ്ടകളൊക്കെ ഉണ്ടോ ഓടുന്നു. ബാക്കിൽ ഗുണ്ട ഉണ്ടോന്ന് നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ചാടിയതാണ്. ലാൻഡിങ് ശരിയായില്ല. ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ ഈ ഗുണ്ട പറകെ വരും അവന് പിന്നെ എവിടെ പോയാലോ നമ്മളെ ചേസ് ചെയ്യണമെങ്കിൽ പറകെ കാണില്ലേ, തിരിഞ്ഞു നോക്കേണ്ട വല്ല ആവശ്യം. ഇത് മേലെ ഷൂട്ട് നടക്കുന്നത് ഇങ്ങനെ ഒരു കുറച്ച് ഹൈറ്റ് ഉള്ളത്. സുരഭിയുടെ അമ്മ താഴെ ഇങ്ങനെ എന്തൊക്കെയോ റീൽസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. നോക്കുമ്പോണ്ട് ഏറ്റിട്ട് വരുന്നു. എല്ലാരും കൂടെ നല്ല മൃഗത്തിനൊക്കെ വേട്ടയാടി കൊണ്ടുവരൂലേ. വേറൊരു കോമഡി അത് പറഞ്ഞ വൈറലാവേ. പുള്ളിക്കാരിനെ പിടിച്ചു കൊണ്ടുപോകണം. അപ്പൊ നമ്മള് വേറെ അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് തോന്നുന്നു തലയുടെ ഭാഗം തന്നെ പൊക്കി. അപ്പൊ ഒരാള് കാലിന്റെ ഭാഗം പൊക്കി. അപ്പൊ ചന്തിയുടെ ഭാഗം പിടിക്കാൻ എന്തെങ്കിലും കേസ് വരോ നോക്കിയപ്പോ ആരും അവിടെ മാത്രം ആരും സപ്പോർട്ടില്ല. ബാക്ക് സൈഡ് ഒരു കാലം ഒരാൾ പിടിക്കണു, ഒരേ കാലം ഒരാൾ പിടിക്കണു, കൈ ഒരാൾ പിടിക്കണു, തല ഒരാൾ, ഈ ഭാഗം മാത്രം ഒരു സപ്പോർട്ട്. അപ്പൊ ഞാൻ മറ്റേ ചാക്ക് കൊണ്ടുപോകുന്നപോലെ ഇങ്ങനെ എന്നെ ഇങ്ങനെയാ കൊണ്ടുപോയ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി ഇങ്ങനെയായിരുന്നു എന്നെ താഴോട്ട് കൊണ്ട്. അപ്പൊ എന്റെ അമ്മ പിന്നെ ഞാൻ റിയലൈസ് ചെയ്ത ആരും അവിടെ എന്താ പിടിക്കാത്ത. അപ്പൊ എല്ലാവർക്കും പേടിയാ. അത് അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്ത് വരിക. വിഷ്വലി അടിപൊളിയാണ് ആ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത. അവിടെ അതുണ്ട് കേട്ടോ. ശരിക്കും കാലൊടിയുന്ന ഷോട്ട് സീനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഔട്ടായി, ഫ്രെയിം ഔട്ട് ആയതിനു ശേഷമാണ് ഇത് ഒടിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പറഞ്ഞാൽ അതുവരെ ഉള്ളത് ഉപയോഗിച്ചു. പിന്നെ പുള്ളിക്കാരി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ബാക്കിലെ സീറ്റിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലെ സീറ്റിലേക്ക് കാലും വെച്ചിട്ട് ഇരിക്കണതാ കാണുന്നത്, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഷൂട്ട് മുടങ്ങിയെന്ന് മനസ്സിലായി. കാരണം അതും മാത്രല്ല, ഈ ഞങ്ങള് നാട്ടിൽ നിന്ന് ഇറങ്ങി പോയി. ഇനിയിപ്പോ വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി കാട്ടി കയറി. ഇനി ഇത് ഷൂട്ട് ചെയ്തേ പറ്റൂ. 12 ദിവസം ബ്രേക്ക് കൊടുത്തു. എനിക്കൊരു അപ്പോഴും ശരിയായില്ലായിരുന്നു. ലിഗമെന്റ് ടയർ വന്നു. അപ്പൊ കാസ്റ്റ് ഇട്ടിട്ട് അവര് പറഞ്ഞത് 6 weeks ഒക്കെയാ. ഞാനൊരു 10 days കാസ്റ്റ് ഇട്ട് പിന്നെ ഇത് റീഷൂട്ട് ചെയ്യണം, ബിക്കോസ് എപ്പിസോഡ് പോണം. അപ്പൊ അവര് പറയാ സുരഭി എന്നാ ഷൂട്ട്. ഞാൻ പറഞ്ഞേ ഓടണോ? ഓടയൊന്നും വേണ്ട,
നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീൽ ചെയറിൽ എല്ലാരും എന്നെ തൂക്കി കാട്ടിലൂടെ ഞാൻ വീൽ ചെയറിൽ ഇങ്ങനെ പോവുക. അതിന്റെ വീഡിയോസ് ഉണ്ട്. കൊച്ചി രാജാവില് ജഗതി പറഞ്ഞ പോലെ വീൽ ചെയറിൽ ഇരുത്തി അവിടെ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോയി. വീൽ ചെയറിൽ അവിടെ ഇരുത്തും, എന്നിട്ട് പിന്നെ ഓടിക്കോളാൻ പറയും. ആ വീൽ ചെയറിൽ ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തും, എന്നിട്ട് പറയും എണീച്ച് നടക്കും. എന്നിട്ട് ഞാൻ കൊറേ ഇങ്ങനെ നടക്കും. പിന്നെ നമ്മള് നേര്യമംഗലം വന്നില്ല, കാരണം നേര്യമംഗലത്തെ ഒരു പെർമിഷൻ ഒക്കെ വേണമല്ലോ. പിന്നെ പെർമിഷൻ വേണം. അത് മാത്രമല്ല ഒരു ഗുഹ ഉണ്ടായിരുന്നു അവിടെ. അത് അതിന്റെ ഉള്ളിലായിരുന്നു ഈ 2-3 ദിവസം അതിന്റെ ഉള്ളില് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങോട്ട് കുറച്ച് ട്രക്ക് ചെയ്ത് കയറണം. മീൻസ് വണ്ടി പോവില്ല. അപ്പൊ ഈ അവസ്ഥയിൽ എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു ആന എന്തെങ്കിലും വന്നാൽ ഇവരെന്നെ ഇറക്കി വിട്ടിട്ട് ഇവരൊക്കെ ഓടും. ഞാനിതൊക്കെ അങ്ങോട്ട് പോയില്ല. കോട്ടൂര് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തന്നെ. അതും നല്ല, അതും എനിക്ക് തോന്നുന്നു അവിടെ കരടി മറ്റേ കാട്ടുപോത്തൊക്കെ ഉള്ള സ്ഥലമാണ്. വന്യമൃഗങ്ങളുണ്ട്. കാരണം അത് ആ ഫീല് സുനിലേട്ടന് വേണം. കാട്, പക്ഷെ അത് വിഷ്വലി ഒരു രക്ഷയില്ല, അത്രയും നന്നായി. അത് നമ്മളങ്ങനെ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സുചീന്ദ്രം, പിന്നെ സിദ്ധറാൾ മറ്റേ ജെയിൻ ടെമ്പിള്, പിന്നെ തക്കല മറ്റേ നമ്മുടെ മണിച്ചിത്രത്താഴ് ട്രാവൽ ചെയ്തു. അത് എല്ലാരും ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ നോക്കിട്ട് പറഞ്ഞു, ഓ നിങ്ങളുടെയൊക്കെ ഭാഗ്യം, ഞങ്ങളൊക്കെ മിണ്ടിയ ചിത്രാഞ്ജലി അല്ലെങ്കിൽ വലിയ ചിത്രാഞ്ജലി. കാരണം കാടാണെങ്കിലും ചിത്രാഞ്ജലി, എല്ലാം വീട്. അപ്പൊ ചിത്രാഞ്ജലി വിട്ടിട്ടുള്ള കളിയില്ല, കാരണം അത്ര ബഡ്ജറ്റേ ഉള്ളൂ. പക്ഷെ നമ്മള് ശബരിമലയിൽ ഷൂട്ട് ചെയ്തു. ശബരിമലയിൽ ഞാൻ മലയ്ക്ക് പോകുന്ന സാധനം പമ്പയിലൊക്കെ ഉള്ള അവിടെ നമ്മൾ ശരിക്കും ട്രാവൽ ചെയ്തു, ശരിക്കും പേട്ടത്തുള്ളുന്നതും ഇതൊക്കെ കാണിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ഇടുക്കി, പിന്നെ ഏതായിരുന്നു, അങ്ങനെ കുറെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തല്ലേ. പിന്നെ ഇപ്പൊ ഡൽഹി. ഡൽഹി. അത് ശരിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാൻ എളുപ്പമായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു ഡൽഹിയാണോ, എന്നാ ഞാൻ ബോംബെന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരാം. എന്നിട്ട് ഉടനെ തന്നെ ഡൽഹി ഷെഡ്യൂൾ കഴിഞ്ഞ് ഉടനെ നമ്മൾ തിരിച്ച് നാട്ടിൽ വന്ന് ബാക്കി ഷൂട്ട് ചെയ്തു. അത് ശരിയാണ്.